أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء لفتحنا عليهم بركات من السماء بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا أفأمن أهل القرى أن يأتيهم بأسنا ضحى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. فلا يأمن مكر الله إلا القوم الخاسرون. أولم يهد للذين يرثون الأرض من بعد أهلها أن لو نشاء أصبناهم بذنوبهم ونطبع على قلوبهم فهم لا يسمعون.
പറഞ്ഞു വരുന്നത് ഇതുവരെയുള്ള സമയം അന്നൽ മുഖദ്ദിബീനൽ റുസുൽ യുബുത്തലൂന ബിൽ ദറാ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു കഠിനമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നൽകിയതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് സതുപദേശവും താക്കീതും നൽകുകയാണ് കഴിഞ്ഞ വചനങ്ങളിലൂടെ ചെയ്തത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്ക്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്കൊക്കെ വന്നിട്ടുള്ള മാരകമായ ശിക്ഷകളും പരീക്ഷണങ്ങളും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നുകൊണ്ട് അള്ളാഹു നമ്മളെ താക്കീത് ചെയ്യുകയും അതേപോലെ തന്നെ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സുപ്രഭാതത്തിൽ ഒന്നിച്ച് പെട്ടെന്ന് ഒരു ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങുകയല്ല അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഇസ്തിദ്റാജൻ, പടിയായിക്കൊണ്ട് ഇവരുടെ കുതന്ത്രങ്ങളും ഇവരുടെ ധിക്കാരങ്ങൾക്കും കനത്ത താക്കീതുകളും മുന്നറിയിപ്പുകളും മറുപടികളും പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടും അവർ അവരുടെ ധിക്കാരങ്ങളിൽ ശഠിച്ചു നിന്നപ്പോഴാണ് അള്ളാഹു ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണത്. അതായത് ഒരു സത്യവിശ്വാസിയുടെ മനസ്സും അതേപോലെ തന്നെ ഒരു അവിശ്വാസിയുടെ മനസ്സും സാധാരണഗതിയിൽ വേർതിരിച്ച് പറയാറുണ്ട്. അതായത് ഒരു തെറ്റായ കാര്യം പ്രവർത്തിക്കുമ്പോൾ ഒരു മാനസികമായ കുറ്റബോധവും ഇല്ലാതെയാണ് ഒരു അവിശ്വാസി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയുടെ അടുക്കൽ തെറ്റുകൾ വരാൻ പാടില്ല. ഇനി വല്ല തെറ്റുകളും അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും എന്തായിരിക്കും? സത്യവിശ്വാസി സൽപ്രവർത്തികൾ ചെയ്യുന്നത് ഭയപ്പാടോടും പേടിയോടും കൂടിയായിരിക്കും. തോന്നിയവാസി പാപങ്ങൾ ചെയ്യുന്നത് ഭയപ്പാടില്ലാതെ നിർഭയമായി കൊണ്ടായിരിക്കുന്നത്. അതൊരു സത്യവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും എന്തുണ്ടായിരിക്കും? പടച്ചോനത് സ്വീകരിക്കുമോ? ഇതെനിക്ക് പ്രതിഫലം കിട്ടാതെ വരുമോ? പരലോകത്ത് ഞാൻ നഷ്ടക്കാരനാവോ എന്നുള്ള പേടി സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പോലും ഉണ്ടാവും. എന്നാൽ അവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഏറ്റവും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പ്രത്യക്ഷമായ എതിര് പ്രവർത്തിക്കുമ്പോൾ പോലും അവനൊരു പേടിയും തോന്നുന്നില്ല. എനിക്കൊന്നും വരൂല എന്ന തെറ്റായ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് അവൻ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യണം? മാറണം എന്നാണ്. അതുകൊണ്ടാണ് ഈ തഫ്സീറിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളെല്ലാ സന്ദർഭത്തിലും ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്താ പറയുക, ഇന്ന് നമ്മൾ വിശ്വാസികളാണ്, നാളെ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അവിശ്വാസിയാവാനോ നാളെ നരകത്തിൽ പോവാനോ ഒന്നും ഒരാളും ആഗ്രഹിക്കണില്ല. പക്ഷേ തൻ്റെ ചുറ്റുപാടുകളും അവസ്ഥകളും സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് ആ തിന്മയോട് പൊരുത്തപ്പെടുവാനും അത് പ്രവർത്തിക്കുവാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു വസ്തുത. അതുകൊണ്ട് ഈ ശിക്ഷകളെക്കുറിച്ചും താക്കീതുകളെക്കുറിച്ചും പറയുമ്പോൾ ചെറിയ പേടി നമ്മളെ മനസ്സുക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. തൊട്ടടുത്ത് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്നാൽ നാശങ്ങളും ധിക്കാരങ്ങളും അനുസരണക്കേടുകളും പ്രവർത്തിച്ച ഗ്രാമങ്ങൾക്കും പ്രവാചകന്മാർ ജീവിച്ച നാടുകളിലും അതിഭയാനകമായ ശിക്ഷകൾ ഇറങ്ങിയതുപോലെ തന്നെ നന്മയുടെ ആളുകളായി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു ഗ്രാമക്കാർ ഒരു രാജ്യക്കാരായിരുന്നാൽ, അമനു അവർ വിശ്വസിച്ചു, വത്തഖൗ അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ, ലഫത്തഹ്നാ അലൈഹിം അവരുടെ മേൽ നാം തുറക്കും, ബറക്കാത്തിൻ മിനസ്സമാ ആകാശത്തു നിന്നുമുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ അവിടെ മേൽ എന്ത് ചെയ്യും? തുറക്കുന്നവണ്. അപ്പോൾ നല്ല സൂക്ഷ്മതയും സംഗതികളും ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബർക്കത്ത് അള്ളാഹു എന്ത് ചെയ്യും? നൽകും. അപ്പോൾ ഏത് നാടും ഏത് വ്യക്തിയും ഏത് കുടുംബവും നന്നായി തീരുന്നതിൽ അവരുടെ കർമ്മങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമുക്കെന്നെ അറിയാൻ പറ്റും, തലമുറകളായിക്കൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അത്രയും വലിയ കടുത്ത ധിക്കാരങ്ങളും കൊലപാതകങ്ങളും കൊള്ളകളും വ്യഭിചാരങ്ങളും ഒക്കെ ഒരു ഭയവുമില്ലാതെ ചെയ്തു വന്ന പിതാക്കന്മാരും തലമുറകളായി വരുന്ന ആളുകൾ
അവിടെ നിലപാടുകൾ മാറ്റാത്തിടത്തോളം കാലം അവിടെ കുടുംബങ്ങളിൽ നിന്നും അത്തരം ദുരന്തങ്ങളോ അത്തരം ജീവിത സാഹചര്യങ്ങളോ എന്തു ചെയ്യുന്നില്ല, വിട്ടുപോകുന്നില്ല എന്ന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല ഒരു സൂക്ഷ്മതയോടുകൂടെയും തഖ്വയോടുകൂടെയും വലക്കിന്നഹും ലം യുഅ്മിനൂ വയത്തഖൂ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് അള്ളാഹു എന്തായത്, അഖദ്നാഹും ബിൽ ഉഖൂബാത്തി വൽ ബലായ, പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്തത്, വനസാൽ ബറക്കാത്ത്, ബർക്കത്തുകളെ അള്ളാഹു ഊരിയെടുത്തു, വകസറത്തിൽ ആഫാത്ത്, ധാരാളം വിപത്തുക്കൾ അവർക്ക് അധികരിച്ചു വന്നു. മനസ്സിലായി? ഇതൊക്കെ എന്താണ്, വഹിയ ബഅ്ലു ജസായി അമാലിഹിം, ഇതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് തന്നെയാണ് അള്ളാഹു ബിജമീഇ മാ കസബു, അവർ സമ്പാദിച്ചത് കൊണ്ടാണ് അവർക്കത് നൽകിയത് എന്നാണ്. മാ തറക അലാ ലഹരിക മിൻ ദാബ, ഒരു മൃഗങ്ങളെപ്പോലും അവിടെ അവശേഷിപ്പിക്കാത്ത വിധത്തിൽ എന്ത് ചെയ്തു, ആ ഗ്രാമങ്ങളെയും പ്രദേശങ്ങളെയും അള്ളാഹു എന്ത് ചെയ്തു, നശിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടും. ബറക്കാത്തി മിനസ്സമാഉ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും നിന്നുള്ള ബർക്കത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവിടെ തുറന്നു വിടുന്നവണ് തന്നെ തുറന്നു വിടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. വലാക്കിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷെ അവർ കളവാക്കി, അപ്പോൾ അവർ സമ്പാദിച്ച നിമിത്തം അള്ളാഹു അവരെ എന്ത് ചെയ്തു, പിടിച്ചു ശിക്ഷിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വളരെ ഗൗരവപരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെപ്പോഴും എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരുന്ന എല്ലാ വഴികളും നമ്മൾ അടക്കും. ഒരു വാഹനം നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കൊരു വാഹനം ഉപകാരപ്പെടാൻ, ഒരു വീട് ഉപകാരപ്പെടാൻ, നമ്മുടെ ജോലി ഉപകാരപ്പെടാൻ, വരുമാനങ്ങൾ ഉപകാരപ്പെടാൻ, എന്തുപകാരപ്പെടണമെങ്കിലും എന്തു വേണമെന്നറിയങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് വേണം, ഒരു ബർക്കത്ത് വേണം. ബർക്കത്തില്ലാത്ത ശരീരം, ബർക്കത്തില്ലാത്ത ധനം, ഇതൊന്നും ഒരു നിലക്കും നമുക്കെന്താവില്ല, ഉപകാരപ്പെടില്ല. ദുരന്തങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബർക്കത്ത് കിട്ടാൻ ഇവിടെ പറയുന്ന അടിസ്ഥാനപരമായ കാര്യം എന്താ അറിയുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കരുത്. അപ്പോൾ നമ്മളെ തടി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. നമ്മുടെ ധനത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ധനം വന്നാൽ നമ്മുടെ പണത്തിൻ്റെ ബർക്കത്ത് പോകും. അതാണ് ബാബു സിദ്ദിഖിൽ പറയുന്നുണ്ട്. സ്വന്തം നിലക്കുള്ള അധ്വാനങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളിലൊക്കെ വരുന്ന സ്ഥിരം ഒരു ഹദീസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വൈൻ സ്വദ്ദഖാവ ബയ്യന. അപ്പോൾ അതാണത് ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മാസിയത്തുകൾ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത് എന്നാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഈ വിവാഹങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, കുട്ടികൾ തമ്മിൽ പ്രശ്നം, അവൾ കെട്ടിച്ച് പറഞ്ഞയച്ചോടത്ത് പ്രശ്നം, കൊടുന്നോടത്ത് പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ, അവിടുത്തെ അമ്മായിമ്മ എങ്ങനെയുണ്ട്, അവിടുത്തെ വീട്ടുകാരെങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കുട്ടീൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ചെറുക്കൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, ഇതൊക്കെ ചർച്ചയ്ക്ക് വരുള്ളൂ. അതൊക്കെയല്ലേ ചർച്ചയ്ക്ക് വരിക. ആ കൂട്ടത്തിൽ ചർച്ചയ്ക്ക് നമ്മൾ വരുത്തേണ്ട ഒരു കാര്യമാണെന്ത്, കല്യാണം നടത്തിയപ്പോൾ എന്തൊക്കെ തോന്നിയാസങ്ങൾ അവിടെ നടന്നു എന്നുള്ളത്. അതും കൂടി ചേർത്ത് വായിക്കണം. നമ്മൾ പലപ്പോഴും എന്താകാറില്ല, അത് മാത്രം ചിന്തിക്കലില്ല. നമ്മളവിടുത്തെ അമ്മായിമാൻ്റെ പ്രശ്നവും അവിടുത്തെ മരുവള പ്രശ്നവും അവിടുത്തെ നാത്തുവിൻ്റെ പ്രശ്നവും മാത്രമേ കൂട്ടി വായിക്കലുള്ളൂ. എന്തിലും അങ്ങനെ വേണം. വീടിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ജീവിതത്തിന് ചില ബുദ്ധിമുട്ടുകളും കച്ചവടത്തിൻ്റെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ എവിടുന്നേ പൈസ ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. 25 ലക്ഷം 50 ലക്ഷമൊക്കെ മുടക്കി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം അത് തുമ്പില്ലാതെ ആകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, എവിടുന്നേ പൈസ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കണം. അത് മാത്രം ചിന്തിക്കും. ലൊക്കേഷൻ ശരിയായില്ല, കടടുത്ത് ശരിയായില്ല, വാടക അധികമായി, അല്ലെങ്കിൽ പണിക്കാരധികമായി എന്നൊക്കെ പറയാം. എവിടുന്നാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിലെ പൈസ ഉണ്ടാക്കിയതെന്നും കൂടി ആലോചിക്കണം. കാരണം ഇതുമൊരു വർധനവല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വർധനവ് തരേണ്ടത് ആരാണ്? അള്ളാഹ്ക്കല്ലാതെ ആർക്കും ഒരു ബർക്കത്തും കൊടുക്കാൻ പറ്റില്ല. ഒറ്റ ബർക്കത്തും അള്ളാഹ്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അള്ളാഹ് മാത്രമേ ബർക്കത്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് വേറെ എവിടെ നിന്ന് കിട്ടൂല. അപ്പോൾ അള്ളാഹിനെ പറ്റിച്ചിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തിട്ടും ബർക്കത്ത് കിട്ടണമെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ നടക്കാനാണത്? പ്രവാചകന്മാരുടെ സമൂഹങ്ങളെയും നാടുകളെയും നശിപ്പിക്കുകയാണ്. ഒരു പുനർനിർമ്മാണം നടത്താൻ പറ്റാത്ത വിധമാണ് നാട് നശിക്കുന്നത്. തലകീഴായി മടിക്കപ്പെട്ടാൽ എന്താ പിന്നെ നാട്ടിലുണ്ടാകുക? ആ പട്ടണങ്ങളും സാധനങ്ങളൊക്കെ പുനഃസംഘടിപ്പിക്കാൻ പറ്റും. ആ രൂപത്തിലെ നാശങ്ങൾ വരുത്തിയിട്ട് അള്ളാഹ് പറയാണ്. എന്നാൽ ചില ഗ്രാമങ്ങൾ അള്ളാഹു സമ്പന്നമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവർ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു.
ഒരു വഴിപ്പെട്ട് ജീവിച്ചില്ല. അപ്പോൾ എല്ലാ കാരണങ്ങളുടെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാരണമാണ് എന്തെങ്കിലും ഇപ്പോൾ തുടങ്ങും, എന്തെങ്കിലും പറ്റി തറാറ് പറ്റിയോ എന്നെന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം എന്നാണ് ബർക്കത്ത്. അത് പറഞ്ഞ് വൈൻ സ്വദ്ദക്കാവ പയ്യന, അവർ സത്യം പറയുകയും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും കള്ളത്തരം ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കും. അല്ലെങ്കിൽ മുഹിക്കത്ത് ബർക്കത്ത്, പിന്നെ ബർക്കത്ത് എന്ത് ചെയ്യും, അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് അങ്ങനെ തന്നെ പറഞ്ഞ കാര്യമാണ്. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കളവാക്കി. ഫാഹദ്നാഹും ബിമാഖാനു യക്സിബുൻ, അവർ സമ്പാദിച്ചത് നിമിത്തം നാം അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊന. എന്താണ്, കടലിലും കരയിലും എല്ലാം കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടതാണ്. ആൾക്കാർ ഈ ആയത്ത് പറയലൊക്കെ എപ്പോഴും പരിസ്ഥിതി പ്രശ്നങ്ങൾ കാണും, പരിസ്ഥിതിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിനായി ഈ ആയത്തോതിൽ അതൊക്കെ വേണമെങ്കിൽ ആയത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കോടെ. അപ്പോൾ ആ ആയത്തിൻ്റെ നേർക്ക് നേരെ ഒരു അർത്ഥമുണ്ട്. എന്താണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. എന്താ ജനങ്ങൾ ചെയ്തത്? വെറും പ്ലാസ്റ്റിക് ഇടലും അതേപോലെ തന്നെ എന്താണ് പിന്നെ മരം മുറിക്കലും മാത്രമാണ് ചെയ്ത് അല്ല, വ്യഭിചാരം, കള്ളുകൂടി, ലഹരി പദാർത്ഥങ്ങൾ. ഈ പെരിന്തൽമണ്ണ പരിസരത്ത് നിന്ന് മാത്രം പത്രത്തിൽ കണ്ടെങ്കിൽ ചെറിയ ചെറിയ പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കണ കഞ്ചാവാണ് പിടിക്കണത്. എത്ര ലക്ഷങ്ങളുടെയാണ് പിടിക്കണത്? നമ്മുടെ ഈ പരിസരത്ത് നിന്നാണ് പിടിക്കണത്. അതൊക്കെ എന്നും ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്നും കൊടുക്കണേ ഒരീസ പോയി പിടിക്കണത്, ബാക്കി ലീസൊക്കെ ഇവിടെ കൊടുക്കുക ചെയ്യണത്. എങ്ങനെ നാട് നന്നാകുക? ഇതിനെതിരെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ നന്മകൾ പ്രചരിപ്പിക്കാനോ നല്ലത് ചോദിക്കാനോ പറയാനൊന്നും ആരുമില്ലാതിരുന്നാൽ നാടെന്ത് ചെയ്യും? നശിക്കും. അവിടെയാണ് അതിൻ്റെ ദൗത്യമുള്ളത്. മനസ്സിലായില്ലേ? അതാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ എന്ന് പറഞ്ഞാൽ കടലും കരയും നശിച്ചു മനുഷ്യൻ്റെ എന്താണ് ആക്രമണം കൊണ്ട്. ഏറ്റവും വലിയ തോന്നിയാസന ആൾക്കാരെ കൊല്ലൽ, അത് കടലിലും കരയിലും നിർബാധം നടക്കുകയാണ്. കൊല്ലല്ലേ ആൾക്കാരെ? ഒരു ദിവസം എത്രയാണ് ഓരോ നാട്ടിലും 300, 400, 500 ആൾക്കാരെങ്ങനെ കൊല്ലുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ മനുഷ്യൻ ചെയ്യണ ഏറ്റവും വലിയ അക്രമങ്ങൾ. അങ്ങനെ ഉണ്ടായാൽ നാടുകൾക്ക് വല്ല ബർക്കത്തും ഉണ്ടാവുമോ, വല്ല അനുഗ്രഹങ്ങളും ഉണ്ടാവുമോ എന്നാ ചോദിക്കണം. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അഫ അമിന അഹ്ലുൽ ഖുറാ, അപ്പോൾ ഒരു രാജ്യക്കാർ സമാധാനപ്പെട്ടിരിക്കുകയാണോ, അവർ നിർഭയരായിരിക്കുകയാണോ എന്നാ ചോദിക്കണം. ആര്? പ്രവാചകന്മാരെ വരെ കയ്യേറ്റം ചെയ്ത് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ പോയി സുഖമായി കടന്നുറങ്ങണേ. ഓർക്കൊരു പേടിയില്ല. ആരെയാണ് ഇവരെ ആക്രമിക്കാൻ പോണത്? പ്രവാചകന്മാർ. ഒരു പ്രശ്നമില്ലാതെ പോയി കിടന്നുറങ്ങും. ഉറങ്ങണ സമയത്ത് ശിക്ഷ വരുമ്പോൾ 3 കാര്യം അതിലുണ്ട് എന്നാണ്. ഒന്നെന്താണ്? ഒന്ന് ഗഫ്ലത്ത്, അതായത് ശിക്ഷ വരുന്ന സമയത്ത് ഒരു മുൻകരുതലിനും കൂടിയും പറ്റൂല. ഉണർന്നിരിക്കുമ്പോഴാണെങ്കിൽ ഒന്ന് ഞെട്ടാനെങ്കിലും പറ്റും, അതിനും കൂടിയും പറ്റൂല. അശ്രദ്ധയിലാണ് വരുന്നത്. വഹറത്തുഹും, അവർ അതായത് ഒരു നല്ല സുഖമായിട്ട് നേരം വെളുക്കുന്ന വിചാരിക്കണം, അപ്പോഴാണ് എന്ത് ചെയ്യണത്? ശിക്ഷ വരുന്നത്. വറാഹത്തുഹും, വിശ്രമ സമയമാണ് ഉറക്കം എന്ന് പറഞ്ഞത്. എല്ലാ ഇടങ്ങേറുന്നും സുരക്ഷിതമായ സമയമാണ് ഉറക്കം. ആ ഉറക്കണ സമയത്താണ് എന്തായത് ഇവർക്ക് ശിക്ഷ വന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ നിർഭയം? അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ എങ്ങനെ നിർഭയത്വത്തോടെ ഉറങ്ങുന്ന ചോദിക്കും. പ്രത്യക്ഷമായി പ്രവാചകന്മാരെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഉറക്കം വരിക? അഫ അമിന അഹ്ലുൽ ഖുറ, എന്താണ്? ഗ്രാമക്കാർ, ഒരു രാജ്യക്കാർ നിർഭയരായി സമാധാനപ്പെട്ടിരിക്കുകയാണോ? അയ്യത്തിയഹും ബഅസുനാ ബയാത്തൻ, നമ്മുടെ ശിക്ഷ, ബഅസ് ശിക്ഷ, ബയാത്തൻ രാത്രിയിൽ, രാത്രി താമസിക്കുന്നവരായിരിക്കും. രാത്രി വേളകളിൽ അക്രമമായിട്ട് നമ്മുടെ ശിക്ഷ വരുന്നതിൽ നിന്നും അവർ നിർഭയരാണോ? എപ്പോൾ? വഹും നായിമൂൻ, അവർ ഉറങ്ങുന്നവരായിരിക്കുന്നതാണ്. അവരുറങ്ങുന്നവരായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അധികം കളവും പ്രവാചകന്മാർക്ക് ധിക്കാരമൊക്കെ നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരിങ്ങനെ സുഖമായി ഉറങ്ങുന്നതെന്നാണ് ചോദിക്കുക. നിർഭയത്വം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിനെക്കുറിച്ചറിയുന്ന ഒരു സത്യവിശ്വാസി സദാസമയം അതിൻ്റെ ഈമാനിൻ്റെ നിർഭയത്വമുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും അപകടങ്ങളും പരീക്ഷണങ്ങളും വരുമോ എന്നതിനെക്കുറിച്ച് ഏത് സന്ദർഭത്തിലും അവൻ ജാഗ്രതയുള്ളവനാണ്, അവൻ ശ്രദ്ധിക്കുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്. നമ്മൾ ഒരാളുടെ ഒരു അക്രമം ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ അക്രമം അള്ളാഹുവിന് നമ്മളെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു?
മറന്നുപോകുന്നു എന്നതാണ് വസ്തുത. അവ അമിന അഹ്ലുൽ ഖുറ 2 പ്രാവശ്യമാണ് പറയുന്നത്. തക്രാർ, അതിൻ്റെ ആ ഒരു ഗൗരവം ഉണർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞിട്ട് അതിനോട് ചേർത്താണ് പറഞ്ഞാൽ മതി. വീണ്ടും പറയാണ് അവ അമിന അഹ്ലുൽ ഖുറ, ഗ്രാമക്കാർ, ഒരു രാജ്യക്കാർ സമാധാനപ്പെട്ടിരിക്കുകയാണോ, അൻയത്യഹും ബഅ്സുന, നമ്മുടെ ശിക്ഷ വരുന്നതിനെക്കുറിച്ച്, ലുഹൻ, എപ്പോൾ, ആ ഉച്ചവേളയിൽ, ഒരു 10 മണി സമയത്ത്, പൂർവാഹ്ന സമയത്ത്, വഹും യൽ അബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ശിക്ഷ വരുന്നതിനെക്കുറിച്ച്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, അവർക്ക് ശിക്ഷ വരുന്നതിനെക്കുറിച്ച് അവർ നിർഭയപ്പെട്ടിരിക്കുകയാണോ. അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെന്തെല്ലാം അപകടങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്താതെ പടച്ചോൻ തടുത്ത് ഇങ്ങനെ വെച്ചുകയാണ്. എന്തൊക്കെ അറിയും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആ പ്രതിരോധശേഷി ഇല്ലാത്ത ഒരാളെ നിങ്ങൾ മനസ്സ് കണ്ടാൽ മതി. പ്രതിരോധശേഷി ശരിക്കും ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ, നിൽക്കാൻ പറ്റുമോ, ഇതിന് ചെയ്യാൻ പറ്റുമോ, ഒരു തുറന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമോ? അള്ളാഹു തരുന്ന കാവൽ എത്രയാണ് ആരോഗ്യത്തിന്, ശരീരത്തിന്, ഭൂമിക്ക്, എല്ലാറ്റിനും അള്ളാഹു തരുന്ന നിർഭയത്വത്തിലാണ് നമ്മൾ. ആ നിർഭയത്വം അള്ളാഹു പിൻവലിച്ചാൽ കഴിഞ്ഞു. ആകാശം മേലെ നിൽക്കണേ, മനസ്സിലായി, ഭൂമി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിർഭയത്വത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അമിൻതും മൻ ഫിസ്സമായി അൻ യുർസില അലൈക്കും ഹാസിബ്, ചരൽ വർഷങ്ങൾ ആകാശത്ത് നിന്ന് അയക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയരാണോ? ഭൂമി നിങ്ങളെ കൊണ്ടായെന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? എന്താ ചോദിക്കണത്? അഫ അമിനു മക്റല്ലാ, അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് അവർ സമാധാനപ്പെട്ടിരിക്കുക. എന്താ മക്റല്ലാ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ തന്ത്രം. എന്താണ് അള്ളാഹുവിൻ്റെ തന്ത്രം? അള്ളാഹുവിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈതു യസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. അള്ളാഹു പടിയായിട്ടാണ് പിടിക്കുക. അപ്പോൾ ധിക്കാരം ചെയ്യുന്നവനൊക്കെ എന്ത് പറയുക? ഫിറോവനൊക്കെ അങ്ങയുടെ ധിക്കാരം മൂസ നബി ഇസ്ലാം ചെയ്യുമ്പോൾ ഫിറോൻ വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരു ശിക്ഷയും പടച്ചവനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്തൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യണു, എനിക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പം വരൂലേ, വരാൻ കുറച്ചും കൂടി സമയം വേണം. ആ വരുന്ന സാവകാശത്തിൽ എന്ത് ചെയ്യും, വിചാരിക്കും നമ്മളടുത്തൊന്നും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടേന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണെന്ത്, ഒരു കുറച്ചു നേരം ഇങ്ങനെ നന്നായിട്ട് ആയിക്കോട്ടെ വിചാരിക്കുക, എന്താ വെച്ചാൽ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് താമസം. അതാണ് ഹൈസു യസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാത്ത രൂപത്തിൽ അവരെ പടിയായി പടച്ചോൻ പിടിക്കും. വയുംലി ലഹും ഇന്ന കൈദഹു മതീൻ. അള്ളാഹുവിൻ്റെ തന്ത്രം വളരെ ഫലവത്തായതാണെന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടപ്പെട്ട ജനതയല്ലാതെ, നഷ്ടപ്പെട്ട ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് ഭയപ്പെടാതെ നിർഭയരായി ഇരിക്കുകയില്ല എന്നാ പറഞ്ഞു കേട്ടോ. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരില്ലെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാൻ ആർക്കും എന്താവില്ല, പറ്റുകയില്ല എന്നാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ആയത്തിൽ എന്തുണ്ടെന്നറിയോ? ഹാദിൽ ആയാൽ കരീമ ഫിഹ മിന തഖ്വീഫിൽ ബലീഗ് അല അനൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യകൂന ആമിനൻ അല മാ മഅഹു മിനൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞതിന് നിർഭയത്താണ്. എത്ര ഈമാനും എത്ര തഖ്വി, എത്ര സൂക്ഷ്മതയും, എത്ര നല്ല ആളാണെങ്കിലും നമുക്ക് തോന്നാൻ പാടില്ല എന്ത്, ഇന്നും എനിക്കൊന്നും വരാൻ പറ്റില്ല, എനിക്കിനൊരു പ്രശ്നം വരില്ല, എൻ്റെ ഈമാനൊന്നൊരു തകരാറും വരില്ല എന്നൊന്നും ഒരിക്കലും എന്താവരുത്, വിശ്വസിക്കരുത്, വിചാരിക്കരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ബല്ലാ യസാലു ഖായിഫൻ വജലൻ അൻ യബ്തലിയ ബിബലിയത്തിൻ തസ്ലുബു മാ മഅഹു മിനൽ ഈമാൻ. മനസ്സിലായി? തൻ്റെ മനസ്സിലെ ഈമാൻ മുഴുവനും കവർന്നെടുത്ത് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നെത്തുന്നതും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെയും കുറിച്ച് ബല്ലാ യസാലു ഖായിഫൻ, അവൻ എപ്പോഴും എന്ത് ചെയ്യണം? പേടിച്ച് ജീവിക്കണം. എപ്പോഴും പേടിച്ച് ജീവിക്കണം. ഞാനൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ടു, ഞാനല്ലാതെ പിന്നെ ആരാ സ്വർഗത്തിൽ പോവാന്ന് വിചാരിച്ചാൽ പിന്നെ താഴത്തേക്കാ പോവുക. കുട്ടിയൊക്കെ ഉണ്ടല്ലോ, 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിൽ 50-50 കിട്ടിയാലേ പിന്നെ 25, 10, 5, 3 വരിക. പിന്നെ എന്താണ്, നമ്മൾ കുഴപ്പമില്ല എന്ന് ആര് വിചാരിച്ചോ അതോടുകൂടെ എന്ത് ചെയ്തു, ഓൻ്റെ ഗ്രാഫ് താഴത്തേക്കാണ് പോവുക. നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. അവിശ്വാസികൾക്ക് തോന്നുന്നത് എന്താണ്, എന്തപ്പോൾ
ഒന്നും വരുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ വരൂലേ. ഒരു നിർഭയരാണ്, മനസ്സിലായി. നമ്മളോ എന്താ നമ്മളൊക്കെ എല്ലാം ഇനിയിപ്പോൾ ആരാധന നല്ലവരില്ലേ, നമുക്കെന്താ കുഴപ്പം? ഇനി നമ്മൾ വേറെയുള്ള കുഴപ്പം നോക്കിയാൽ മതി, നമ്മളത് പ്രശ്നമല്ലേ. വേറെയുള്ളവർക്ക് എന്തൊക്കെ തരാറെന്നുള്ളത് എന്ത് ചെയ്താൽ മതി, പരിശോധിച്ചാൽ മതി. നമ്മളതൊക്കെ ഓക്കെ, അതിലൊരു സംശയമില്ല എന്നാണ് മനസ്സിലായി. വേറെയുള്ളവരുടെ കുറ്റങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അയാളെ മനസ്സ് നമുക്ക് മനസ്സിലാവും. അയാളെന്താ നമ്മളോട് ഒരാൾ കാണുമ്പോൾ ഉപദേശിക്കണതല്ല, നമ്മളെ വിളിച്ചിട്ടാ എന്താടാ ഇത് ശരിയല്ല എന്ന് പറയണതല്ല ഞാൻ പറയണത്, മനസ്സിലായി. എല്ലാവരുടെയും വിശകലനം ചെയ്ത് കുറ്റങ്ങളും കുറവുകളും നോക്കുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന്, ഇവിടെ തികഞ്ഞവരായി നമ്മൾ മാത്രമേ ഉള്ളൂ. ആ വിശ്വാസം ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ല എന്നാണ് പറയണത്. വല്ലാ യസാലു ഖായിഫൻ വജ്ലൻ അൻ യബ്തലി ബലിയത്തിൻ തസ്ലൂമ അമഹുമിൽ ഈമാൻ. എൻ്റെ ഈമാൻ എപ്പോഴും കവർന്നെടുക്കത്തക്ക വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ആർക്കും വന്നുകൊണ്ടിരിക്കും. വഅല്ലാ യസാല ദാഇയൻ ബിഖൗലിഹി, ആ ഭയത്തിൽ നിന്നും അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മനസ്സിലായില്ലേ? പിന്നെയോ വഅൻ യഅമല വയസ്അ ഫി കുല്ലി സബബിൻ യുഖ്ലിസുഹു മിനശ് ശർരി ഇൻദ വുഖൂഇൽ ഫിതൻ. നമ്മളെപ്പോഴും പരിശ്രമിക്കണം, പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയും എല്ലാ നന്മകളിലും നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമം നടത്തുകയും ചെയ്യണം. അങ്ങനെ ഇത്ര അവസ്ഥയിലേക്ക് എത്തില്ല. ഫഇന്നൽ അബ്ദ വലൗ ബലഗത് ബിഹിൽ ഹാൽ മുബലഗത് ഫലൈസ അലാ യഖീനിൻ മിനസ് സലാമ. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അവനുണ്ടാകുമ്പോൾ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, സുരക്ഷിതനാവൂ. നമ്മളൊക്കെ തികഞ്ഞോലാന്ന് വിചാരിച്ച് നിർഭയരായിരിക്കരുത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് സമയത്തും വരും എന്ന് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നന്മ പ്രവർത്തിക്കുമ്പോൾ പോലും ഒരു സത്യവിശ്വാസിക്ക് പേടിയാണ്. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ, മറ്റവനെ പോലെ തന്നെയല്ലേ ഞാനും. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ നിസ്കരിക്കാത്തവനെ പോലെ തന്നെയല്ലേ ഞാനും എന്ന ഭയമാണ് അവനുണ്ടാവേണ്ടത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അവലം യഹ്ദിലില്ലദീന യരിസൂനൽ അർള് മിൻ ബഅദി അഹ്ലിഹ, അവലം യഹ്ദിലില്ലദീന യരിസൂനൽ അർള് മിൻ ബഅദി അഹ്ലിഹ. വല്ലാത്തൊരു ചോദ്യമാണിത്. അതായത് നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ കാണുകയാണ് ഓരോ സമുദായങ്ങളെയും വഴിക്ക് വഴി ഇങ്ങനെ നശിപ്പിക്കുന്നത്. ലൂത്തിൻ്റെ സമൂഹം, ആദ്, അതേപോലെ തന്നെ സ്വാലിഹ് നബി, എത്രയാണ്. എന്നിട്ട് ആ ഗ്രാമങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും അള്ളാഹു എന്താക്കി കൊടുക്കും, വീണ്ടും പഴയ മാരിയാക്കി കൊടുക്കും, അനുഗ്രഹങ്ങൾ കൊടുക്കും, പട്ടണങ്ങളുണ്ടാകും, വീടുകളുണ്ടാകും, കൃഷികളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പിന്നെ വീണ്ടും പ്രവാചകന്മാർ വരും, അപ്പോഴും അവരെ വാപ്പാരും വല്യപ്പാരും കാട്ടി അതേ പരിപാടി പോലും ചെയ്യും. കഴിഞ്ഞൊരു സമൂഹത്തിന് കിട്ടിയ ശിക്ഷയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ഒരു പാഠവും അവർ പഠിക്കുന്നില്ല. നമ്മളെല്ലാവരും പരിപാടി പ്രത്യേകം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അപ്പം ഇഞ്ഞില്ല, തീരുമാനിച്ച് ഇനി നല്ല നിലയ്ക്ക് തന്നെ ഉള്ളൂ, ഇനി പള്ളിക്ക് തന്നെ നിസ്കാരമുള്ള തീരും. അപ്പോൾ അവസാനം പോയി നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലത്, നമ്മൾ ടെസ്റ്റും കാര്യമൊക്കെ നടത്തി വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല. അപ്പോൾ എന്തായിരിക്കും, ഇനിയിപ്പോൾ എന്താ പഴയമാതിരി തന്നെ. അള്ളാനെ ചോദ്യം നോക്കി നിങ്ങൾ, എത്ര കൃത്യമാണ് ആ ചോദ്യം. ഈ കഥകളൊക്കെ പണ്ട് അള്ള പറയാണ്, അവലം യഹ്ദിലില്ലദീന യരിസൂനൽ അർള്. എന്താണ്, ഭൂമിയെ അനന്തരാവകാശമെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇനിയും മാർഗം വ്യക്തമായി കിട്ടിയിട്ടില്ലേ. അവലം യഹ്ദി, ഇനിയും അവർക്ക് എന്തായിട്ടില്ലേ, മാർഗദർശനം കിട്ടിയിട്ടില്ലേ, അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലേ. ലില്ലദീന യരിസൂനൽ അർള, എന്ത്, ഭൂമിയെ അനന്തരാവകാശം എടുക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, മുമ്പുള്ള പൂർവികന്മാരെത്തുന്ന് നശിച്ചുപോയ ദുരന്ത ഭൂമികളിൽ നിന്നും വീണ്ടും ജീവനും ജന്മവും സൗകര്യങ്ങളും കിട്ടിയ ആളുകൾക്ക് ഓരോ വാപ്പാർക്കും വല്യപ്പാർക്കും വന്നതൊന്ന് ആലോചിച്ച് നന്നായിക്കൂടെ, ഒന്ന് നന്നായിക്കൂടെ കേട്ടോ. മിംബഅദി അഹ്ലിഹ, അതിലെ പൂർവിക ആളുകൾക്ക് ശേഷം, മുമ്പുള്ള ആളുകൾക്ക് ശേഷം പിന്നീട് വന്ന് ഭൂമിയെ അനന്തരമെടുത്ത ആളുകൾക്ക് മാർഗദർശകമായി ഇത് ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി കിട്ടിയിട്ടില്ലേ. എന്താ ചെയ്യേണ്ടത് നീ മനസ്സിലായില്ലേ. അല്ലൗ നശാഉ അസബ്നാഹും ബിദുനൂബിഹിം, അല്ലാഹ് പറയണ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങൾ നിമിത്തം അവർക്ക് നമ്മൾ ആപത്തുകളെ ബാധിപ്പിക്കുമായിരുന്നു. അസബ്നാഹും, അവർക്ക് നാം ബാധിപ്പിക്കും, ബിദുനൂബിഹിം, അവിടെ പാപം നിമിത്തം അവർക്ക് നമ്മൾ എന്താണ്, വിപത്തുക്കളെ ബാധിപ്പിക്കുമായിരുന്നു. അള്ളാഹ് പറയണം, അവരെ തെറ്റിനനുസരിച്ച് എനിക്കവരെ ശിക്ഷിക്കാൻ കഴിയും കേട്ടോ.
വനത്ബഉ അലാ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുകയും ചെയ്യും. ഫഹും ലാ യസ്മഊൻ, അങ്ങനെ അവരെന്താവുകയില്ല, കേൾക്കുകയില്ല. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണിത്. മനസ്സിലായി? എന്താ ശിക്ഷ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. കുറേ പറഞ്ഞിട്ട് ശരിയാവണില്ലെങ്കിൽ എന്താ, ഇനി പോട്ടേ ആയിരിക്കൂലേ അതിനെ പടച്ചോ പറയണത്. എന്താ, അള്ളാഹുവിൻ്റെ പ്രത്യക്ഷമായ നിയമനിർദ്ദേശങ്ങളെ വളരെ ബോധപൂർവം ഒരാൾ അതിർ ലംഘിച്ചാൽ പിന്നെ ഒഞ്ഞ് നന്നാകണ്ടെന്ന് തീരുമാനിക്കും പഠിച്ചു. ഫലം അസാഹു അസാഖല്ലാഹു ഖുലൂബ്, ഹൃദയങ്ങൾ തെറ്റിപ്പോയപ്പോൾ അവരെ അള്ളാഹു എന്ത് ചെയ്തു, തെറ്റിച്ച് കളഞ്ഞു. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റൂല, സീലടിക്കും. ഇതൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ കേൾക്കാനും പോലും പറ്റൂല. എത്ര ആര് വന്ന് പറഞ്ഞു കൊടുത്താലും എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഭാര്യ അലമുറയിട്ട് കരഞ്ഞാലും അയാളെ കാതു തുറക്കൂല. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് നിസ്കരിച്ചൂടെ, നന്നായിക്കൂടെ ഞാൻ ചോദിച്ചാൽ മൂപ്പർക്ക് ഒരു മൈൻഡും ഉണ്ടാവില്ല. നമ്മൾ പറയണ കേൾക്കണ തന്നെ ഉണ്ടാവില്ല എന്നാണ്. ഫഹും ലാ യസ്മഊ, കേൾക്കൂല. എന്തേ കാര്യം? ഹൃദയത്തിന് സീലടിച്ചു. വനത്ബഉ അലാ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്തു, സീൽ. എന്താ കാരണം? വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ, ഹൃദയങ്ങളെ മാറ്റി, ദൃഷ്ടികളെ മാറ്റി. എന്താ മാറ്റാൻ കാരണം? മുമ്പ് അവർ വിശ്വാസിയായിട്ടില്ലാത്ത പോലെ. എന്താണ്? തികഞ്ഞ ബോധ്യമുള്ള ആളുകൾ വീണ്ടും തെറ്റ് ചെയ്താൽ അവർക്ക് പിന്നെന്ത് ചെയ്യും? നന്മകൾ കേട്ട് സ്വീകരിച്ച് നന്നാവാനുള്ള ആ മനസ്സിൻ്റെ നല്ല അവസ്ഥയെ അള്ളാഹു എടുത്തു മാറ്റും. കാരണം ആ അവസ്ഥ ഇത്ര കാലം നിലനിർത്തി കൊടുത്തിട്ട് പ്രത്യേക കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. കേൾക്കാനും നന്നാകാനുമുള്ള ഒരു സൽമനസ്സും സൽബുദ്ധിയും ഇത്ര കാലം അള്ളാഹ് നിലനിർത്തി കൊടുത്തു, എന്നിട്ടൊന്നും നന്നായില്ല. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ആ മനസ്സൺ പിൻവലിക്കും. ആ മനസ്സൺ പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, പിന്നെ കേട്ടാൽ നന്നാകാൻ കഴിയൂല. ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? തീർന്നു അവസ്ഥ. ആ സ്റ്റേജിലേക്ക് എത്താതിരിക്കാനാണ് എന്താകേണ്ടത്? നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാവും പോലെ ചെയ്താൽ മതി, പക്ഷേ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്താണൊരു മാറ്റം ഉണ്ടാവാത്തത്, ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരാത്തത്, സാമ്പത്തിക അവസ്ഥക്ക് മാറ്റം വരാത്തത്, കുടുംബത്തിൻ്റെ സമാധാനാവസ്ഥക്ക് എന്താണ് ഒരു മാറ്റം വരാത്തത്, എവിടെയാണ് പ്രശ്നം എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെല്ലാ കാരണങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എല്ലാറ്റിലും അനുകൂലമായി ഇടപെടേണ്ട അള്ളാഹു ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. ആ പരിശോധന കൂടെ എന്ത് ചെയ്യണം, കൂടെ വേണം എന്നാണ് ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരാവാൻ ഇനിയും നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ آمنوا واتقوا لفتحنا عليهم بركات من السماء بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم بأسنا بياتا أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون
അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള മിൻ ബഅദി അഹ്ലിഹാ മിൻ ബഅദി അഹ്ലിഹാ അല്ലൗ നശാഉ അസ്വബ്നാഹും ബിദുനൂബിഹിം വനത്ബഉ അലാ ഖുലൂബിഹിം ഫഹും ലാ യസ്മഊൻ.